പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു ആനുകാലിക പ്രശ്നം അഥവാ കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇന്ന് ഈ ഓൺലൈൻ വന്നതിന് ശേഷം എല്ലാ കാര്യത്തെപ്പറ്റിയും വീഡിയോ ഇറക്കുക അതൊരു ബിസിനസ്സാണ് ഇന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണമായിട്ട് വിവിധ ഡോക്ടർമാർ വിവിധ രീതിയിൽ എല്ലാവർക്കും ഉള്ള രോഗമാണ് ഡയബറ്റിക്. അതിനെപ്പറ്റി എന്തെല്ലാം പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ തേനെടുത്തു ഒരു കുഴപ്പവും ഇല്ല, പഴവർഗ്ഗങ്ങളെല്ലാം തിന്നാം. യൂറോപ്പിലാണെങ്കിൽ പറയും ബ്രാൻഡ് കുടിക്കാം, അല്പം ലിമിറ്റഡ് ആയിട്ട് വീഞ്ഞ് കുടിക്കാം, അത് ഹാർട്ടിന് നല്ലതാണ്, അതുകൊണ്ട് അത് ശരീരത്തിന് നല്ലതാണ്, ഡയബറ്റിക്കിന് യാതൊരു കുഴപ്പവുമില്ല, ചീനിക്കിഴങ്ങ് തിന്നാം, ഉരുളക്കിഴങ്ങ് തിന്നാം. ഇങ്ങനെ അത് വ്യത്യസ്തമായ കോൺട്രഡിക്ഷൻ, പരസ്പര വിരുദ്ധമായ ഒത്തിരി ഡോക്ടർമാർ ഇങ്ങനെ വീഡിയോ ഇറക്കുകയാണ്. അപ്പൊ രോഗമുള്ളവര് പാങ്ങളോടി നടക്കാതെ എങ്ങനെ ഒരു രോഗശാന്തി കിട്ടും, എങ്ങനെ ഒരു വിടുതൽ കിട്ടും. അപ്പൊ അവരെല്ലാം പരിശ്രമിക്കും. ചിലരൊക്കെ പറയും എന്നും ഉലുവ എടുത്താൽ മതി, അല്ലെ ഗ്രാമ്പൂ തിന്നാൽ മതി, 4 ദിവസം കൊണ്ട് ഇതാ 300 ആയിരുന്ന അല്ലെ 450 ആയിരുന്ന ഷുഗർ 110 ഇതൊക്കെ ഇങ്ങനെ തലക്കെട്ട് കൊടുത്ത് മനുഷ്യനെ കളിപ്പിക്കുന്ന പണി. നമുക്കറിയാം, പണ്ടൊക്കെ ഡോക്ടർമാർ പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നു. ഇപ്പോൾ അവരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായി മാറി ഈ വീഡിയോ വഴി. പ്രിയമുള്ള, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡയബറ്റിക് ആണോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഡോക്ടറെ സമീപിക്കുക. അപ്പൊ ഡോക്ടർമാര് നിങ്ങൾക്ക് തരും അതിനുള്ള ഉപദേശം. പിന്നെ ഡയറ്റ്, ഒരു ഡയറ്റീഷ്യനെ സമീപിക്കുക. എന്തൊക്കെയാണ് തിന്നേണ്ടത്, എന്തൊക്കെയാണ് തിന്നാതിരിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. നമുക്കറിയാം, ഫ്രൂട്ട്സ് എല്ലാം മധുരമുള്ളതാണ്. അപ്പൊ ചില ഫ്രൂട്ട്സിന് മധുരം കുറവുണ്ട്, അത് അല്പം കഴിച്ചാൽ കുഴപ്പമില്ലായിരിക്കാം. അതുപോലെ അരിപ്പലഹാരങ്ങളും ഗോതമ്പും എല്ലാം നമുക്കറിയാം സ്റ്റാർച്ച് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ആണ്, അത് കണിശമായിട്ടും പഞ്ചസാര കൂട്ടും. എല്ലാവർക്കും അറിയാവുന്നതാണ്, ശരീരവും വണ്ണം വെപ്പിക്കും. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രോഗികളാണോ, നല്ലൊരു ഡോക്ടറെ കണ്ടുമുട്ടുക, ആ ഡോക്ടറുടെ ഉപദേശം എടുക്കുക. ആഹാര ക്രമീകരണം നിങ്ങൾ അവിടെ ആശുപത്രി ഇല്ല, എല്ലാ ആശുപത്രിയിലും ഡയറ്റീഷ്യൻസ് ഉണ്ട്, വലിയ ആശുപത്രികളുണ്ട്, നല്ല എക്സ്പേർട്സ് ഉണ്ട്. ഉദാഹരണം, എനിക്ക് സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്റെ രോഗം മാറാൻ. അപ്പോൾ എനിക്ക് ഡയബറ്റിക് ആയി, വളരെ കൂടി, 3 ടാബ്ലറ്റ് ദിവസം എടുക്കുമായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഡയറ്റ് എടുത്താൽ മതി. ഞാനിപ്പോൾ രാവിലെ മുട്ട കഴിക്കും, അതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് ഒരു 200-250 ഗ്രാം ഇറച്ചിയോ മീനോ കഴിക്കും. വൈകിട്ടും അല്പം ഇറച്ചിയോ മീനോ, പിന്നെ അല്പം ലെറ്റ്യൂസ്, അല്പം ഇല, അതേ കഴിക്കുള്ളൂ. ഒരു പഴങ്ങളും കഴിക്കുകയില്ല. ചിലപ്പം അല്പം പഞ്ചസാര കുറവുള്ള വല്ല ബ്ലൂബെറിയോ അങ്ങനെ വല്ലതും കഴിക്കും. ഇന്നെന്റെ പഞ്ചസാര നോർമലായപ്പോഴും ഞാനൊരു പഞ്ചസാരക്കുള്ള ഗുളികയും ചികിത്സയും ചെയ്യുന്നില്ല. കാരണം എന്റെ ഡയറ്റീഷ്യൻ ഡോക്ടർ പറഞ്ഞു, അതനുസരിച്ചാണ്. ഈ അടുത്ത ആൾ ഞാൻ ഒരു ആശുപത്രി പോകേണ്ടതായിട്ട് വന്നു. പറഞ്ഞാൽ മുട്ടയുടെ മുഴുവൻ തിന്നുന്നത് നല്ലതാണ്, പക്ഷെ മഞ്ഞ എടുത്താൽ കരളേത് ഫാറ്റ് വരാൻ ഇടയുണ്ട്, അതുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ നല്ലതാണ്. പക്ഷെ അല്ലെങ്കിൽ നല്ലതാണ് മുട്ട മുഴുവൻ തിന്നുന്നത് നല്ലത്. അപ്പോൾ ഞാനത് സ്വീകരിച്ചു. അപ്പോൾ ചിലരൊക്കെ പറയും മുട്ട മുഴുവൻ തിന്നു, മഞ്ഞെടുക്കരുത്, ഇങ്ങനെ പലതരത്തിൽ ഉള്ള വീഡിയോ ഇറക്കുക. അതൊരു ബിസിനസ്സാണ്. കാണാൻ സാധിക്കും, ഡോക്ടർമാരുടേതാവുമ്പം ഒത്തിരി പേര് വാച്ച് ചെയ്യും. അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കാണുന്നത്, വ്യൂ ചെയ്യുന്നത്. അതാണ് അവരാഗ്രഹിക്കുക, ഒത്തിരി പേരുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടുക. അതൊരു ബിസിനസ്. പിന്നെ വേറൊരു വിഷയമാണ് അച്ഛന്മാരെ പറ്റിയും മെത്രാന്മാരെ പറ്റിയും സഭയെ പറ്റിയും കുറ്റം പറയുക, തെറി പറയുക. പ്രിയമുള്ള, എല്ലാ മരങ്ങളിലും എല്ലാ ജീവിത തലമുറകളിലും, വിവാഹ ജീവിതത്തില്, അവിവാഹിത ജീവിതത്തിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ, വലിയവരുടെ ഇടയിൽ, അച്ഛന്മാരുടെ ഇടയിലും, കന്യാസികളുടെ ഇടയിലും, ഗുരുക്കന്മാരുടെ ഇടയിലും, അധ്യാപകരുടെ ഇടയിലും എല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് വലുതായി കാണുക. അച്ഛൻ പെണ്ണ് കെട്ടി, അല്ലെ അച്ഛൻ കന്യാസിയെ ഗർഭിണിയാക്കി, എന്തൊരു തലക്കെട്ട, അത് കാണാൻ ഒത്തിരി പേര് അത് വാച്ച് ചെയ്യാണിതെല്ലാം. പ്രിയമുള്ളവരെ, ഇങ്ങനത്തുള്ള ഈ 1000 ആളുകളെ ചുമ്മാ ഇങ്ങനെ വശീകരിക്കുന്ന ആ തലക്കെട്ടുകൾ കാണുമ്പോൾ അയ്യോ വിസ്മയിക്കുക, ആ കണ്ണൻ ജപ്പിക്കുന്ന വിസ്മയിക്കുന്ന തലക്കെട്ടൊക്കെയാണ് ഇടുന്നത്. പ്രിയമുള്ളവർ, എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട്. തിന്മയുള്ളവര്, കുറവുള്ളവര്, അത് പർവ്വതീകരിച്ച് കാണിക്കുക. പണ്ട് കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ ഇത് ഈ വീഡിയോ ബിസിനസ് തുടങ്ങി. കാരണം നമ്മുടെ ഈ കോവിഡ് വന്നേ പിന്നെയാണ് ഈ ഓൺലൈൻ പ്രശ്നം തുടങ്ങിയത്. അതുപോലെ തന്നെ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന എന്താണ് പുരുഷനിൽ നിന്ന്, അല്ലെ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് ഒരു പെണ്ണ് നോക്കുന്നത്, അല്ലെ തിരിച്ച് ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ അത് ഏത് ഭാഗത്തേക്ക് നോക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് മനുഷ്യന്റെ ശരീരത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള വീഡിയോകൾ.
അപ്പൊ ചെറുപ്പക്കാർ കാണുമ്പോൾ ധരിക്കുകയാണ്. നമ്മൾ അപ്പൊ ഇത്ര ഡ്രസ് എങ്ങനെ മാറണം, കോസ്മെറ്റിക്സ് എങ്ങനെ വേണം, എങ്ങനെ വേണം മീശ പഠിച്ചു വെക്കാൻ, അല്ലെങ്കിൽ തലമുടി വെട്ടേണ്ടത്, ഇതൊക്കെ ഇന്നൊരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. കാരണം സാധിക്കും ഇങ്ങനെയുള്ള തലക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ്, ഒത്തിരി പേര് ലൈക്ക് അടിക്കും, ഒത്തിരി പേര് വ്യൂ ചെയ്യും, കാണും. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവർ ഞാനിത് പറയുവാൻ കാരണം, നമ്മൾ ഈ വീഡിയോ കണ്ടു, പക്ഷെ ഒന്ന് സെലക്ട് ചെയ്യുക, ചുമ്മാ സമയം കളയരുത്. നല്ല വീഡിയോകളുണ്ട്. ഉദാഹരണം, ആത്മീയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ആത്മേനികളുടെയോ വൈദികരുടെയോ ബിഷപ്പ്മാരുടെയൊക്കെ നല്ലതുണ്ട്, കേൾക്കൂ. അത് കേൾക്കാൻ ഇമ്പോഴില്ല, അത് കേൾക്കാനുള്ള ക്യൂരിയോസിറ്റി, ആശയില്ല. ഇങ്ങനത്തുള്ള ഈ വികൃതമായ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ബിസിനസ് കണ്ണം ചെപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന തലക്കെട്ടിടുമ്പോൾ ഒപ്പം അത് കണ്ടു കഴിഞ്ഞു. ചീനിക്കിഴങ്ങ് നല്ലതാണ്, തിന്നുകയാണെങ്കിൽ അത് എല്ലാ ഡയബറ്റിക്കും പോവും. എന്നൊന്ന് കണ്ടിടാം, ചീനിക്കിഴങ്ങ് തിന്നേക്കാം. ഹല്ലേലൂയ. ഉലുവ, അല്ലെങ്കിൽ ഇതൊക്കെ പണ്ട് കാലത്തെ മുതൽ ഉലുവ തിന്നുന്നത് നല്ലതാണ്, ഗ്രാമ്പൂ തിന്നുന്നത് നല്ല, നമുക്ക് നമ്മുടെ മാതാപിതാക്കളും പൂർവികരൊക്കെ പഠിപ്പിച്ച പല ചുരുക്കു വിദ്യകളുമുണ്ട്. അതൊക്കെ നമ്മുടെ മാതാപിതാക്കളിലും പൂർവികളും നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇന്ന് ആധുനിക യുഗത്തിൽ നമ്മളുടെ ഡോക്ടർമാരും നല്ല ആളുകളും സമീപിക്കുക. അതുപോലെ തന്നെ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ വാർത്തകൾക്ക് അധികം പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ സമയം കളയാതിരിക്കുക. കുറെ സമയം പ്രാർത്ഥിക്കുക, ആ സമയം ബൈബിൾ എടുത്ത് വായിക്കൂ. ഇല്ല ഭഗവത്ഗീതയോ നിങ്ങളുടെ നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കൂ. അല്ലെങ്കിൽ നല്ല വീഡിയോകളുണ്ട് നിങ്ങളുടെ മതത്തെപ്പറ്റി, അത് ഏതെങ്കിലും മതത്തെപ്പറ്റിയൊക്കെ പറയും, നല്ല അത് കേൾക്കൂ. പ്രസംഗങ്ങളായിരിക്കാം, നല്ല കൺവെൻഷൻ ആയിരിക്കാം. അതൊക്കെ കൂടി നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക, ആത്മാവിനെ ഉണർത്തുക, ആത്മാവിൽ വളരാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഒരിക്കൽ ഞാൻ ഓർക്കുവാണ്, ആന്റണി പടിയര കർദിനാൾ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സരസമായ ഒരു പ്രസംഗത്തിൽ പറയുണ്ടായതുപോലെ, റോമില് സെന്റ് പീറ്റേഴ്സിന്റെ ബസിലിക്കായില് 1000 പ്രതിമകൾ ഉണ്ട്. എല്ലാവർക്കും ഒരു കാഴ്ചയാണ്, അപ്പസ്തലന്മാരുടേതും പുണ്യവന്മാരുടെയും പുണ്യവതികളുടെയും എല്ലാം. ഒരിക്കൽ അതിലൊരെണ്ണം കാറ്റത്ത് മഴയത്ത് താഴേക്ക് വീണ് പൊട്ടിത്തെറിച്ചു. അപ്പോഴേക്ക് പത്രപ്രവർത്തകര്, പത്രവാർത്തകൾ കൊടുക്കുന്നവര്, TV എല്ലാം ഓടി വന്ന് എല്ലായിടത്തും വലിയ വാർത്തയാണ്. എന്താണ്? സെന്റ് പീറ്റേഴ്സിന്റെ മുകളിലുണ്ടായിരുന്ന പ്രതിമ താഴെ വീണു. അതിന്റെ പടം എന്നെ താഴെ വീഴാതെ 9999 നിപ്പുണ്ടവിടെ. അവനെപ്പറ്റി ഫോട്ടോ എടുക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. വാർത്ത കൊടുക്കാനും ആരുമില്ല എന്ന് പറഞ്ഞപോലെ നമുക്കാണ് സാധിക്കും. കത്തോലിക്ക തിരുസഭയിലായാലും, അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിലായാലും, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലായാലും നല്ലവരായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. പുണ്യത്തിൽ ജീവിക്കുന്ന ധാരാളം വൈദികരും ധാരാളം കന്യാശികളും ധാരാളം ഗുരുക്കന്മാരുമുണ്ട്. അതേസമയം ആരെങ്കിലും വഴിതെറ്റിയോ അതാണ് പർവ്വതീകരിച്ച് ഉടൻ തന്നെ വാർത്തയായി, മീഡിയയിൽ വാർത്തയായി. ഇന്ന് മീഡിയ നമ്മൾ വിവേചിച്ച് ആണ് കൈകാര്യം ചെയ്യുവാൻ, കാണുവാനും കേൾക്കുവാനും. മീഡിയ വരുന്ന എല്ലാം നല്ലതാണ്, എല്ലാം സത്യമാണ് വിശ്വസിക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിവേചനാപരം ആവശ്യം ആണ് എന്നെനിക്ക് പറയാനുണ്ട്. അതായത് നല്ലതിനെയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കണം. ഒരു വൈദികൻ ഒരു പക്ഷെങ്കിൽ വിവാഹം കഴിച്ചു പോയി, അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ട് അടുത്തു ഗർഭിണിയാക്കി, സ്വാഭാവികമാണ്. അതിനകത്ത് ബഹളം വെക്കേണ്ട കാര്യമോ ഞെട്ടേണ്ട കാര്യമില്ല. അത് വെച്ചോണ്ട് എല്ലാ വൈദികരും അങ്ങനെയാണല്ലോ, ആരും ചിന്തിക്കുകയില്ല, പോഷന്മാരായിട്ട് ചിന്തിക്കില്ല ഈ വീഡിയോ കേട്ടോണ്ടൊന്നും. ഹല്ലേലൂയ. കാരണം വിശുദ്ധരായി ജീവിക്കുന്ന അനേകായിരം വൈദികരെയും കന്യാസികളെയും ആർക്കറിയാം. ഒരു പക്ഷേ ചാടി കന്യാസി തന്നെ ആയിരിക്കാം ഇതെല്ലാം പറയുന്നത്. ഈ ചാടിയവർ പറയുന്നതിന് വലിയ അർത്ഥമുണ്ടോ? ഹല്ലേലൂയ. അകത്ത് നിന്നുകൊണ്ട് പറയാൻ അർത്ഥമുണ്ട്. എനിക്കറിയാം കുറെ മടഞ്ചാടി കന്യാസികള്, അച്ഛന്മാര് സഭയെപ്പറ്റി താറടിച്ചോണ്ട് പറയുന്നത്. അവളുമാരും അവന്മാരും ഓർക്കട്ടെ, നിങ്ങൾ ചാടിപ്പോയത് തന്നെ നിങ്ങളുടെ മാടികളായിട്ടാണ്. ഹല്ലേലൂയ. തിന്മയിലായിട്ടാണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇറക്കിക്കൊണ്ടോ അല്ലെങ്കിൽ പുസ്തകം എഴുതിക്കൊണ്ടൊന്നും ആളുകൾ കേൾക്കുക. പിന്നെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഇത് കേൾക്കാനായിട്ട്, തിന്മ കേൾക്കാനായിട്ട് പിശാച് എല്ലാ പ്രേരണയും എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഈ തിന്മ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൗതുകമാണ്. ഹല്ലേലൂയ. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മീഡിയകൾ ഇന്നൊത്തിരി ഉണ്ട്. വീഡിയോകളുണ്ട്, ഫോട്ടോകളുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വന്നെ പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോകളും ഉണ്ടാക്കാൻ പറ്റും. ആ സ്വരങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയുന്ന ഈ സ്വരത്തിൽ തന്നെ എന്നെ ഒരു തമ്മാടിയാക്കി അവതരിപ്പിക്കാൻ പറ്റും. ഞാനൊരു പെണ്ണുവാണിഭവക്കാരനാണെന്ന് അവതരിപ്പിക്കാൻ പറ്റും.
ഇതൊക്കെ സാധിക്കുന്ന കാലത്തിലാണ്. അതുകൊണ്ട് എല്ലാം വിശ്വസിക്കരുത് മക്കളെ, എല്ലാ പടങ്ങളും അല്ലെങ്കിൽ എല്ലാ വീഡിയോകളും വിശ്വസിക്കരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, അത് ഈ കണ്ണഞ്ചിപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെ പറയുന്ന മെസ്മരിസം എന്ന് പറഞ്ഞാൽ മെസ്മറൈസ് ചെയ്യുന്ന ആ വീഡിയോകളൊക്കെ കാണുന്നത് ഒന്ന് വെട്ടിച്ചുരുക്കുക. പിന്നെ അതിനെയും മുഴുവൻ കണ്ട് അത് ആസ്വദിക്കുന്നതിന് പകരം ആത്മാവിനെ ഉണർത്തുന്ന, ആത്മാവിൽ വളരാൻ സാധിക്കുന്ന, പിന്നെ നിങ്ങളുടെ ജീവിത കാര്യങ്ങളെപ്പറ്റി നല്ല ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയും. അത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം, നിങ്ങളുടെ മക്കൾക്ക് ഇത് മൊബൈൽ കൊടുക്കുന്നത്, ഇങ്ങനത്തുള്ള നല്ല ഉപദേശങ്ങൾ അതൊന്നും ആരും കേൾക്കില്ല. അങ്ങനത്തുള്ളൊന്നും ആരും കേൾക്കില്ല. അത് റേഡിയേഷൻ ഉണ്ട്, ഹാർട്ടിന് രോഗം വരും, അതൊന്നും ഈ ഡോക്ടർമാരൊന്നും പറയില്ല. അതാ തമാശ. ഈ ആഹാര സാധനങ്ങളെ പറ്റി പറഞ്ഞാണ് ഈ വീഡിയോകളെല്ലാം ഇറക്കുന്നത്. രോഗമുണ്ടാകാൻ വേറെ പല പല കാരണങ്ങളുണ്ട്. ഈ രോഗാണുക്കൾ എങ്ങനെയാണ് വരുന്നത്, ഇതിനെപ്പറ്റി അതൊന്നും പറയരുത് ഇവരാരും. ഉദാഹരണം നമുക്കറിയാം, ക്യാൻസറിന് ഒരു പ്രധാന കാരണം റേഡിയേഷനാണ്. നമുക്ക് ഒത്തിരി റേഡിയേഷൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ടെലിഫോണ്, TV, ഏതെല്ലാമാണോ കണക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെല്ലാം പ്രത്യേകിച്ച് പുതിയ പുതിയ ഫോണുകൾക്കൊക്കെ ഒത്തിരിയുണ്ട്. അതുവഴി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. അതുവഴി ചിലപ്പോൾ മക്കളിൽ വരുന്ന കാരണം ഇതൊക്കെ പോക്കറ്റിൽ ഇടുമ്പോൾ റേഡിയേഷൻ ഉണ്ടാകുന്നു. അത് നമ്മുടെ ലൈംഗിക അവയവത്തേക്ക് ബാധിക്കും. ഇതൊന്നും ഡോക്ടർമാർ വിശദീകരിക്കുകയോ പറയുകയൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ പിന്നെ ചിലർക്കൊക്കെ ഉണ്ട്, എനിക്കറിയാം, ഈ ഡോക്ടർമാർക്ക് പൈസ കിട്ടുന്നുണ്ട് കമ്പനിയിൽ നിന്ന്. അപ്പൊ ആ കമ്പനിയുടെ ഒരു പരസ്യവും കൂടിയാണ്. അതുകൊണ്ടാണ് ചില നമുക്ക് ടാബ്ലറ്റിനെ പറ്റി പ്രത്യേകം എടുത്ത് പണ്ട് പറയുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് മിതത്വം പാലിക്കുക, അതുപോലെ വിവേചിച്ച് കാണുക, കാണുമ്പോൾ നല്ല നല്ല വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക, ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്ന, ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും തരുന്ന വാർത്തകൾ അല്ലെങ്കിൽ ന്യൂസുകൾ കേൾക്കുക, അല്ലെങ്കിൽ വീഡിയോകൾ ശ്രദ്ധിക്കുക. അതായിരിക്കട്ടെ ഈ നാളുകളിൽ ചെയ്യുന്നത്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം വലിച്ചു വാരി അത് ലിസൺ ചെയ്ത് അത് വിശ്വസിക്കരുത്. അഥവാ അതുകൊണ്ട് ഈ എക്സാജറേറ്റ് ചെയ്യുന്ന, അതായത് കൂട്ടിക്കൂട്ടി നുണ പറയുന്ന ആ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കുന്നതിൽ ഒരു മിതത്വം പാലിക്കുക, കൺട്രോള് ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത് പലരും എന്നോട് പറഞ്ഞതുകൊണ്ടും കൂടിയാണ് അത് പരസ്യമായിട്ട് ഞാനിത് നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.